ദുആകളിൽ നമുക്കേറ്റവും സുരക്ഷിതത്വം നബി പഠിപ്പിച്ചതുപോലെ ദുആ ചെയ്യലാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ചില ദുആകൾ നമുക്ക് അപകടം ചെയ്യും. ഒരിക്കൽ ഒരു സഹാബി ദുആ ചെയ്തു. എന്താണ് ദുആ ചെയ്തത്? അല്ലാഹുവേ, നീ എനിക്ക് വല്ല ശിക്ഷയും തരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പരലോകത്തേക്ക് മാറ്റിവെക്കാതെ ഇവിടെ വെച്ച് നൽകണമേ. അത് പിന്നീട് വളരെ വലിയ ഒരു പ്രയാസമുള്ളൊരവസ്ഥയിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചു. വളരെ വലിയൊരു രോഗിയായി അദ്ദേഹം മാറി. പ്രവാചകൻ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ എന്തായിരുന്നു ദുആ ചെയ്തത്? അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെയാണ്. പ്രവാചകൻ പറഞ്ഞു, അങ്ങനെ ഒരിക്കലും ദുആ ചെയ്യരുത്. മറിച്ച് ഈ ലോകത്തും പരലോകത്തും ഖൈറേ ചോദിക്കാവൂ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാതെ പരലോകത്തെ ശിക്ഷ ഇവിടെ തരണമെന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല. അപ്പോൾ നോക്കൂ നിങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഒരു ശ്രദ്ധക്കുറവ് കൊണ്ട് വലിയൊരു പരീക്ഷണമാണ് ഉണ്ടായത്. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ആരും തന്നെ അള്ളാഹുവിനോട് അള്ളാഹുവേ നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് പുറത്തു തരണേ, അള്ളാഹുവേ നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞങ്ങളോട് കരുണ കാണിക്കണമേ, അങ്ങനെ ദുആ ചെയ്യരുത് എന്ന് പ്രവാചകൻ പറഞ്ഞു. മറിച്ച് നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്നല്ല, മറിച്ച് അള്ളാഹുവേ നീ പുറത്തു തരണമേ, എന്നോട് കരുണ കാണിക്കണമേ, അത് കിട്ടണമെന്ന യഖീനിൽ തന്നെ ചോദിക്കണം. അപ്പോൾ അവിടെയൊക്കെ അള്ളാഹുവിൻ്റെ റസൂല് ചില മര്യാദകൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ സ്വന്തം നിലക്ക് ദുആ ചെയ്യുമ്പോൾ ചില പരിക്കുകൾ ഇതേപോലെ നമുക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്.